നമ്മുടെ +2 ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ബ്ലോഗിൻ്റെ പ്രിപ്പറേഷനും 2 ബ്ലർബിൻ്റെ പ്രിപ്പറേഷനും. സോ ഈ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമ്മൾ ഓൺലൈനായിട്ട് എഴുതുന്നത്. ഒപ്പീനിയൻ നമ്മൾ എഴുതുന്നതിനെയാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടി ഇതേപോലൊരു ടേബിൾ നമ്മൾ വരയ്ക്കണം. ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് ഇവിടെ എഴുതണം. നമുക്ക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആയിരിക്കില്ല ചോദിക്കുക. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റ് നിങ്ങൾ കണ്ടു, അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊരു ബ്ലോഗാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അമിഗോ ബ്രദേഴ്സിന് ഹെഡിങ് കൊടുക്കാം, എന്നിട്ട് ഡേറ്റ് കൊടുത്തിട്ട് ഒരു സ്ലാഷ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതണം. അതാണ് അതിൻ്റെ ഫോമാറ്റ്. അതിനുശേഷം ഒരൊറ്റ പാരഗ്രാഫിലായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതിയാൽ മതി. 4 മാർക്കിനാണ് ബ്ലോഗ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തെഴുതാ? ടുഡേ ഐ വാച്ച്ഡ് അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ വാച്ച് ദ മാച്ച് ബിറ്റ്വീൻ ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് വെർഗാസ്. ദാറ്റ് വാസ് എ ക്വയറ്റ് സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്, ഐ ലവ് ദ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യുക എഴുതുക. അതും വളരെ കുറച്ച് എഴുതിയാൽ മതിയാകും, കാരണം ഇത് 4 മാർക്കിന് ചോദിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റൊക്കെ കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് എന്തായാലും നമുക്ക് അവിടെ ലഭിക്കും. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ്. ബ്ലർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലർബ് കണ്ടിട്ടാണ് നമ്മളൊരു ബുക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ബ്ലർബിന് ഒരു ഹെഡിങ് കൊടുക്കണം, ഓഥറിൻ്റെ പേര് കൊടുക്കണം, എന്നിട്ട് ആ ഒരു ചാപ്റ്ററെ പറ്റിയിട്ട് മിക്കവാറും നമുക്ക് ഹൊറഗലുമായി ബന്ധപ്പെട്ടിട്ടാണ് ബ്ലർബ് എഴുതാൻ പറയുക. അപ്പോൾ ഹൊറഗല് സുധാമൂർത്തിയുടെ എന്നറിയാലോ. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ സുധാമൂർത്തി അല്ല, ആശാപൂർണ ദേബി. മാച്ച് ബോക്സിൽ നിന്നും ചോദിക്കാം, അതേപോലെ തന്നെ ഹൊറഗല്ലുവിൽ നിന്നും ചോദിക്കാം കേട്ടോ. സുധാമൂർത്തിയുടെ ഹൊറഗല്ലുവിൽ നിന്നും, അതേപോലെ തന്നെ ആശാപൂർണ ദേബിയുടെ മാച്ച് ബോക്സിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ മാച്ച് ബോക്സിൻ്റെ തന്നിരിക്കുന്നത്. ദ തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. നമിത ആണ് മെയിൻ ക്യാരക്ടർ, അജിത്ത് ഹസ്ബൻഡാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിലെ ഉള്ളിലെ കാര്യം വളരെ ഷോർട്ടാക്കാം. നമിതാസ് ലൈഫ് ഈസ് കമ്പയർഡ് ടു എ മാച്ച് ബോക്സ്. അജിത്ത് ഈസ് വെരി അൺകൈൻഡ് ആൻഡ് ക്രൂവൽ ടുവേർഡ്സ് ഹർ. ലാംഗ്വേജ് യൂസ്ഡ് ഹിയർ ഇസ് പവർഫുൾ. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ദി ഓഥർ. എ മാസ്റ്റർ ഷോർട്ട് സ്റ്റോറി. ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. മാച്ച് ബോക്സ് ഇസ് ഒറിജിനൽ റിട്ടൺ ഇൻ ബംഗാളി. ബംഗാളിയിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് എഴുതാം. ഇതോടുകൂടി തീർന്നില്ല. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനം നിങ്ങൾ പബ്ലിഷറുടെ പേര് എഴുതണം. ABC പബ്ലിഷേഴ്സ് എന്നിട്ട് എന്താ കോട്ടയം എന്നോ ഒരു സ്ഥലം എഴുതിയിട്ട് ഈ ബുക്കിൻ്റെ പേര് അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് എഴുതിയേക്കും ₹160 വില എഴുതണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിത് എഴുതുന്ന സമയത്ത് ഈ ആശാപൂർണ ദേബി എന്നുള്ള പേര് എഴുതി കഴിഞ്ഞിട്ടേ വൺ ഓഫ് ദ മസ്റ്റ് റീഡ് ബുക്ക് ഇത് എഴുതി എടുത്തോട്ടോ. വൺ ഓഫ് ദ മസ്റ്റ് റീഡ് ബുക്ക്, നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ബുക്ക്, എന്നിട്ടൊരു ഹൈഫൺ ഇട്ടിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ. അതായത് ഈ ബുക്കിനെ പറ്റിയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എഴുതാം. ബുക്കുകളെ പറ്റിയിട്ട് അങ്ങനെ വരാറുണ്ട്. അതിൻ്റെ ഒരു കോട്ട് ഇങ്ങനെ എഴുതിയിട്ട് വേണം നമ്മൾ അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 4 അല്ലെങ്കിൽ 5 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബ്ലർബ് എഴുതുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് എഴുതാണെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എക്സാം നല്ല എളുപ്പമായിരിക്കട്ടെ. താങ്ക് യു.